ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഏത് സോൺ വേണമെന്നുള്ള ഡൗട്ടൊക്കെ മാറി പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. പലരും ഇപ്പോഴും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, എന്നാണ് തീരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു പക്ഷേ സ്വയം പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ സൈലത്തിൽ പഠിക്കുന്നവരായിരിക്കാം, നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചവരായിരിക്കാം, അല്ലേ? ചെറിയൊരു മാർക്കിനോ മറ്റോ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പോയത്, അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ഇപ്പോഴത്തെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും ആകട്ടെ, ഗ്രൂപ്പ് ഡി പരീക്ഷ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം, അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം, അത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മാർച്ച് മാസം ആദ്യം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമില്ല. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഒരുപാട് വീഡിയോകളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് ഭാഗത്ത് നോക്കണം, ഏത് ഭാഗത്ത് അപ്ലൈ ചെയ്യണം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവസാനത്തേക്ക് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ 1-2 വേക്കൻസികളല്ല നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. 22,195 വേക്കൻസീസാണ് ആസ് ഓഫ് നൗ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ഒരു പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കൂടാം. അപ്പോൾ RRB 1-2 വർഷങ്ങൾക്ക് മുന്നേ നമ്മളോട് പറഞ്ഞിരുന്നു, ഇനി മുതൽ SSC പരീക്ഷകൾ പോലെ ഞങ്ങളുടെ പരീക്ഷയും റെഗുലർ ആയിരിക്കുമെന്ന്. വളരെ വളരെ സ്പീഡിലാണ് RRB ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു 3-4 മാസത്തിനകത്ത് നമുക്ക് പരീക്ഷ ഉണ്ട്. 4 മാസമൊന്നും പോകില്ല. കാരണം RRB അടുത്തൊരു അപ്ഡേറ്റ് വന്നു. RRBയുടെ NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ മാർച്ച് മാസം ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ് മിക്കവാറും ഏപ്രിൽ അവസാനം മെയ് മാസത്തിൽ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷ ഉണ്ടാവും. അപ്പോൾ വൃത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 90 മുതൽ 100 ദിവസം വരെ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ടയർ 1 ടയർ 2 സെറ്റപ്പ് ഇല്ല, ഒരൊറ്റ സ്റ്റേജാണ്. അതിൽ നമ്മുടെ പെർഫോമൻസ് ആണ്. എത്ര കട്ട് ഓഫ് നമുക്ക് എയിം ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം, അതൊക്കെ ഞാൻ ബ്രീഫ്ലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ. ഓരോ വർഷവും വേക്കൻസി കുറയുന്നു എന്നൊക്കെ പലരും പരാതി പറയുന്നുണ്ട്. അങ്ങനെയല്ല, 4-5 വർഷം കൂടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷകൾ വർഷം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വേക്കൻസിയിൽ ഒരു കുറവ് വരും. പക്ഷെ വലിയ കുറവൊന്നുമില്ല കേട്ടോ. 22,000-ലധികം വേക്കൻസി ഉണ്ട്. 4 സബ്ജക്റ്റുകളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ജനറൽ സയൻസ് സെപ്പറേറ്റ് ആയിട്ട് 25 ചോദ്യങ്ങളുണ്ട്. ജനറൽ സയൻസ് സെപ്പറേറ്റ് ആയിട്ട് 25 ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ നമ്മുടെ അജയ് മാഷിനോട് ചോദിച്ചു, മാഷ് ഇതിൻ്റെ ഒരു നല്ലൊരു നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൂപ്പര് പറഞ്ഞു ഒരു 18 അറ്റംപ്റ്റ് ഒക്കെ അടിപൊളിയാണ്. 18+, 18-20 അറ്റംപ്റ്റ് ഒക്കെ നമുക്ക് നേടാൻ പറ്റും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡിയുടെ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ NCERT അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ്. അജയ് മാഷിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് മൂപ്പര് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും NCERTയിലെ കണ്ടന്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുമാണ്. അപ്പോൾ ജനറൽ സയൻസിൽ ആ ഒരു അറ്റംപ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അടുത്തതാണ് മാത്തമാറ്റിക്സ് 25 ചോദ്യങ്ങൾ. ഒരു 10th ലെവൽ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ SSCയുടെ MTS അല്ലെങ്കിൽ GD പരീക്ഷ ആ ലെവലിലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഭയങ്കര സിമ്പിളാണെന്ന് പറയില്ല. ഇപ്പോൾ കേരള PSCയുടെ മാത്സിൻ്റെ ചോദ്യങ്ങൾ നമുക്കറിയാം, അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പോഴാണ് അവർ ഡിഫിക്കൽട്ടി കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ അത്ര എളുപ്പമല്ലാത്ത എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ലാത്ത CGL NTPC ലെവലിലുള്ള ചോദ്യങ്ങളൊന്നുമല്ല നമുക്ക് മാത്തമാറ്റിക്സ് വരുന്നത്. ഈ 25ൽ ഒരു 20 നിങ്ങൾക്ക് നല്ലപോലെ ടാർഗറ്റ് ചെയ്യാവുന്ന നമ്പറാണ്. ഓക്കെ, ഞാൻ സയൻസ് എടുത്തു പറയാൻ കാരണം മറ്റു പല പരീക്ഷകൾ പോലെ ജനറൽ അവയർനെസ്സിൻ്റെ ഭാഗമല്ല സയൻസ്. സയൻസിൽ നിന്ന് മാത്രം 25 ഒരു ഫിക്സഡ് നമ്പറുണ്ട്. അതൊരു ഗോൾഡ് മൈനാണ് കേട്ടോ. നല്ല ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുന്നൊരു ഗോൾഡ് മൈനാണ്. അടുത്തതാണ് റീസണിങ്. അപ്പോൾ ഞാൻ റീസണിങ് കിങ്ങിനോട് ചോദിച്ചു, റീസണിങ് കിങ് 30ൽ എത്ര ചെയ്യാൻ പറ്റും? റീസണിങ് കിങ് പറഞ്ഞു, അരുമ്പാലം മാഷാണേ, 30 ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു 25+ ഒക്കെ ഉറപ്പായിട്ടും വേണം. 25-30 നമുക്ക് അതിൽ ചെയ്യാനായിട്ട് സാധിക്കും. വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. പിന്നെയാണ് ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സ്. ഇത് ഞാൻ സ്വയം ഒരു ചോദ്യം ചോദിച്ചു. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഹിസ്റ്ററി, പോളിറ്റി എന്നൊക്കെ പല ഷിഫ്റ്റുകളിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കറണ്ട് അഫയേഴ്സിൽ നിന്നുണ്ടായിരുന്നു, സ്റ്റാറ്റിക് GKയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഈ വർഷം ഞങ്ങളിത് പഠിക്കണോ? ഈ വർഷവും നിങ്ങളിത് പഠിക്കണം. കാരണം എന്താ, 20 ചോദ്യങ്ങൾ ജനറൽ അവയർനെസ്സിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിലബസ് മാറിയിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന MTS പരീക്ഷ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യം വളരെ 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 കുറവാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഹിസ്റ്ററിയിൽ നിന്നുമാണ്. ഏൻഷ്യൻറ്റ്, മിഡീവൽ, മോഡേൺ 3 ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഏൻഷ്യൻറ്റിൽ നിന്നും മിഡീവൽ നിന്നുമാണ്. ഓക്കെ, പൊളിറ്റിയിലേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പാർലമെൻറ്റ്, പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ്സ് തുടങ്ങിയ പോർഷൻ വരുന്നത്. കറണ്ട് അഫയേഴ്സിന്
തീരെ പ്രാധാന്യം ഈ MTS പരീക്ഷയില്ല. എന്ന് കരുതി കറണ്ട് അഫയേഴ്സ് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സിലബസിൽ മാറ്റം വരാത്തിടത്തോളം കാലം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ പോർഷൻ എങ്ങനെ പഠിക്കണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ ഏറ്റവും പ്രാധാന്യം കുറവ് കറണ്ട് അഫയേഴ്സ് പ്ലസ് ജനറൽ അവയർനെസ് വിച്ച് ഇൻക്ലൂഡ്സ് ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അങ്ങനെ ഓൾ ടുഗെദർ ഒരു 100 ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നെഗറ്റീവ് മാർക്കിംഗ് 1/3 വരുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ 100-ൽ 75 to 80 ആയിരിക്കണം. ഇപ്പോഴത്തെ കട്ട് ഓഫും ഈ റേഞ്ചിലൊക്കെ തന്നെ വരുള്ളൂ, 75 to 80. ഈ 75 to 80 നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? റീസണിങ്ങിന് 30 നേടുന്നവരാണോ നിങ്ങൾ? അപ്പോൾ നിങ്ങളിവിടെ കുറച്ച് മേടിച്ചാൽ മതി. റീസണിങ്ങിന് 25 മേടിക്കുന്നവരാണോ? മാത്സിന് 20 ആണോ? 25 20 45 20 65. അപ്പോൾ ഇവിടെ നിന്നൊരു 10 വേണം. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം നിങ്ങളുടെ സ്ട്രെങ്ത്തിനും വീക്ക്നെസ്സിനും അനുസരിച്ച് എവിടെയാണ് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത്. മാത്സിൻ്റെ, റീസണിങ്ങിൻ്റെ, ജനറൽ സയൻസിൻ്റെ, ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സിലബസിൽ ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് എക്സോസ്റ്റീവ്, ഇറ്റ് ഈസ് ഇല്ലുസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഇംഗ്ലീഷിലെങ്കിലും ഇങ്ങനത്തെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഇത് ഫൈനൽ അല്ല. ഇതിന് പുറമേക്ക് നമ്മളോട് ചോദിക്കാം, പ്രത്യേകിച്ച് ഈ ഒരു പോർഷനിൽ ജനറൽ അവയർനെസ്സിലും കറണ്ട് അഫയേഴ്സിലുമാണ് ഇതിന് പുറമേക്ക് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഭാഗം മാത്സ്, റീസണിങ്, ജനറൽ സയൻസിൽ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് 10ാം ക്ലാസ്സിൻ്റെ ലെവലിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസസ്, ബയോളജിയാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ കാര്യത്തിലേക്ക് അവർ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അതൊരു ഫിക്സഡ് പാറ്റേൺ ആണ്. ഇതിന് മുൻപത്തെ ഗ്രൂപ്പ് ഡിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഈ പറയുന്ന പോർഷൻസിൽ നിന്നുമാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ബ്ലഡ് റിലേഷൻ, ഡേറ്റ സഫിഷ്യൻസി, കോഡിംഗ്, ഡീകോഡിംഗ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിൽ സിലോജിസം ആയിരിക്കും കൂടുതൽ, നിങ്ങളുടെ ഷിഫ്റ്റിൽ ബ്ലഡ് റിലേഷൻ കുറവായിരിക്കും. ഓവറോൾ എനിക്ക് മനസ്സിലായതാണ് പറയുന്നത്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ബ്ലഡ് റിലേഷൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും? ഏറ്റവും പ്രയോറിറ്റി കൂടിയതിൽ നിന്നും ഏറ്റവും പ്രാക്ടീസ് കൂടുതൽ, പ്രയോറിറ്റി കമ്പാരിറ്റീവ്ലി കുറഞ്ഞതിൽ പ്രാക്ടീസ് കുറവ്. ഇല്ല എന്നല്ല, ഇല്ലാതെ പോകാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് 3 ചോദ്യങ്ങൾ വരാം. 3 ചോദ്യങ്ങൾ കഴിഞ്ഞാണ് വളരെ റെയറായിരുന്നു. ഒരു ചോദ്യമൊക്കെ കാണുന്നുണ്ട്. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഓൺ ആൻ ആവറേജ് 2 മുതൽ 3 ചോദ്യം വരെ, 3 മുതൽ 4 ചോദ്യം വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമ്മൾ പഠിക്കും. ഇതേപോലെ തന്നെയാണ് മാത്തമാറ്റിക്സ്, 25 ചോദ്യങ്ങൾ. ഏറ്റവും ഫോക്കസ് വരുന്നത് അരിത്തമെറ്റിക്സ് എന്ന് പറയുന്ന പോർഷനാണ്. അഡ്വാൻസ്ഡ് മാത്സിലെ പോർഷൻസ്, ഇപ്പോൾ മെൻസുറേഷനിൽ നിന്നും ജോമെട്രിയിൽ നിന്നും നമുക്ക് സർഫസ് ഏരിയ പോലെ വോളിയം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ചെറിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി കുറവാണ്. കൂടുതൽ നമുക്ക് ഫോക്കസ് വന്നിട്ടുള്ളത് ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, LCM, HCF തുടങ്ങിയ കോൺസെപ്റ്റുകളിൽ നിന്നുമാണ്. എന്തിനാണ് ഞാനിവിടെ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഈ സാധനം ഉണ്ടാകണം. പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തു, കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, പ്രാക്ടീസ്, PYQ പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഈ സാധനം നിങ്ങൾ മാർക്ക് ചെയ്ത് വിടണം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത്, കേട്ടോ? ഓക്കെ. ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ 25 ചോദ്യങ്ങൾ. അതിൽ NCERT വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സോഴ്സിൽ നിന്ന് നിങ്ങൾ ഒരു മാഷിനെ വിശ്വസിച്ച്, നിങ്ങൾ അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ വിശ്വസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ 20 നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് NCERTയിൽ ഞാൻ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇതേപോലെ തന്നെ ബയോളജിയിലും വരുന്ന പ്രധാനപ്പെട്ട പോർഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം വെറുതെ സിലബസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടല്ലേന്ന്. വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടല്ല, എന്നാലും സിലബസിൻ്റെ ഒട്ടുമിക്ക പോർഷൻ ഇവിടെയുണ്ട്. ഇതിൽ എനിക്ക് പറയാൻ സാധിക്കില്ല ലോസ് ഓഫ് മോഷനിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ വരും, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് വരില്ല എന്ന്. ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യം വരാം. വീണ്ടും പറയുന്നു, SSCയിലെ ചില പരീക്ഷകൾ പോലെ, അല്ലെങ്കിൽ SSCയിലെ പരീക്ഷകൾ പോലെ, RRBയിലെ ചില പരീക്ഷകൾ പോലെ ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്സിൻ്റെ ഭാഗമല്ല, സെപ്പറേറ്റ്ലി 25 ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കണം. എന്തായിരിക്കണം നിങ്ങളുടെ സോഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് 20 ചോദ്യമുണ്ട്. ഇതിലെ സ്ഥിരം ചില സ്റ്റാറ്റിക് ചോദ്യങ്ങളുണ്ടല്ലോ, അവാർഡുകൾ, പത്മ അവാർഡുകൾ അടുത്ത് പ്രഖ്യാപിക്കപ്പെട്ടാണ്. നമ്മളോട് ചോദിക്കാം ബുക്സ് ആൻഡ് ഓതേഴ്സ്, സ്പോർട്സ്, ഇതൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് സിലബസിൽ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, നമ്മുടെ PSLVയെ പറ്റി ചോദിക്കാം, GSLVയെ പറ്റി ചോദിക്കാം. ഓക്കെ. ഗവൺമെൻറ് സ്കീമുകൾ ഫിക്സഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റാറ്റിക് GK, ഫെസ്റ്റിവൽസ്, ഫോക്ക് ഡാൻസ് ഫിക്സഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന പോർഷൻ നിങ്ങളിപ്പോഴേ വായിച്ചു തുടങ്ങണം.
വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്താൽ മതി. ഇപ്പോൾ SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കമ്പൈലേഷൻ വരുന്ന പിനാക്കിൾ എന്നൊക്കെ പറയുന്ന ബുക്കിൽ 1500-2000 സ്റ്റാറ്റിക് GK ചോദ്യങ്ങളുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് അതിൽ ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഈ പറഞ്ഞ ഫെസ്റ്റിവൽസ്, ഫോക്ക് ഡാൻസസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ് ഒക്കെ, സ്പോർട്സ് ടെർമിനോളജീസ് അതൊക്കെ ഒന്ന് വായിച്ചു തുടങ്ങുക. കറണ്ട് അഫയേഴ്സ് അനശ്വര ടീച്ചർ പറയുന്നത് മിനിമം ഒരു 8 മാസമെങ്കിലും നോക്കണം. സമയം കിട്ടിയാൽ 12 മാസം വരെ നോക്കണമെന്ന് ടീച്ചർ പറഞ്ഞു കേട്ടോ, ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ്. ഇനി ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമിക്സ്, ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഫണ്ടമെൻ്റൽസ്? ആഴത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ വാശി പിടിക്കില്ല. ഫണ്ടമെൻ്റൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ തവണ നമുക്ക് ഫ്രീക്വൻസി കുറവായിരുന്നുകൊണ്ട് തന്നെ, ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരുന്നുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും ഇത് പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയാസിലും, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിലുള്ള എല്ലാ ഏരിയാസും പഠിപ്പിച്ച് പോകണമെന്ന് വാശി പിടിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിലുള്ള കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ മിസലേനിയസ് ഏരിയാസും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ആ ലെവലിലേ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ MTS പരീക്ഷ നിങ്ങൾ നോക്കുക, ആഴത്തിലൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ, റസിയ സുൽത്താനയുടെ കാലഘട്ടം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇൽതുത്മിഷിന്റെ ഡൈനാസ്റ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ചന്ദ്രഗുപ്ത രണ്ടാമനെ പറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ സർഫസ് ലെവലിലേ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ആ രീതിയിൽ അപ്പോൾ നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ്. എങ്ങനെയാണ് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത്? ഹൗ ടു മേക്ക് എ സ്റ്റഡി പ്ലാൻ. ഞാനിത് പറയുന്നത് ഒരു ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ആസ്പിരൻറ്റിന് വേണ്ടിയാണ്. അല്ലാതെ പാർട്ട് ടൈം പഠിക്കുന്നവർ, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് പഠിക്കുന്നവർ, ജോലി ചെയ്തിട്ട് പഠിക്കുന്നവർ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലേക്ക് ഈ പ്ലാനിനെ മാറ്റാം. ഫുൾ ടൈം പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു ദിവസം ഒരു 8-9 മണിക്കൂറിൻ്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ? ഷീറ്റിൽ Day 1 മുതൽ എഴുതി തുടങ്ങുക, എന്നിട്ട് Day 100 വരെ പോവുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 100 ദിവസം കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല. 100 ദിവസം കിട്ടില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല. അപ്പോൾ വലിച്ചു നീട്ടണ്ട, Day 100 വരെ നമ്മൾ പോവുക. Day 100 വരെ. ഒരു Day 75 മുതൽ അങ്ങോട്ടേക്ക് കൂടുതലും ടെസ്റ്റുകളായിരിക്കും. ഒരു 2-2.5 മാസം ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നേ കേട്ടോ. എങ്ങനെയായിരിക്കണം സ്റ്റഡി പ്ലാൻ? ഒന്നുകിൽ നിങ്ങൾക്കൊരു ഡെയിലി പ്ലാൻ വയ്ക്കാം. ഡെയിലി പ്ലാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്നുകിൽ ഡെയിലി പ്ലാൻ കേട്ടോ, നിർബന്ധമായിട്ടൊരു ഡെയിലി പ്ലാൻ വേണം. ആ ഡെയിലി പ്ലാനിൽ ഒന്നുകിൽ ഇത്ര മണിക്കൂർ പഠിക്കുമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന വിഷയങ്ങളിൽ ഇത്ര ടോപ്പിക്കുകൾ പഠിക്കുമെന്നായിരിക്കാം. അല്ല, അത്യാവശ്യം കണ്ടന്റ് കയ്യിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകളായിരിക്കും ഒരു ദിവസം എടുക്കുന്നത് എന്നായിരിക്കാം. ഈ ഡെയിലി പ്ലാനിൻ്റെ കൂടെ നമുക്കൊരു വീക്ക്ലി പ്ലാൻ വേണം. അതായത് ഈ ആഴ്ചയിൽ ജനറൽ സയൻസിൻ്റെ ഇത്ര പോർഷൻ, മാത്തമാറ്റിക്സിൻ്റെ, റീസണിങ്ങിൻ്റെ, കറണ്ട് അഫയേഴ്സിൻ്റെ അല്ലെങ്കിൽ GKയുടെ ഇത്ര പോർഷനാണ് ഞാൻ തീർക്കാനായി പോകുന്നത്. അത് ഒരു ഡെയിലി പ്ലാനിലേക്ക് നമുക്ക് വേണം. 9 മണിക്കൂറിൽ എത്ര സമയമാണ് മാറ്റിവെക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ എത്ര സമയം മാറ്റിവെക്കണം? അത് നിങ്ങളല്ലേ പറയേണ്ടത്. ജനറൽ സയൻസിൽ നിങ്ങൾ വീക്കാണെങ്കിൽ നിങ്ങൾ 9 മണിക്കൂർ പഠിക്കുന്നതിൽ 4 മണിക്കൂർ മാറ്റി വെച്ചാലും ഈ പരീക്ഷയ്ക്ക് നഷ്ടമില്ല. കാരണം 25 ചോദ്യങ്ങൾ ഫിക്സഡ് ആണ്. നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഉറപ്പായിട്ടും റിവിഷൻ ടാർഗറ്റ് വേണം. വീക്ക്ലി നിങ്ങൾ റിവിഷൻ നടത്തണം. എന്നോട് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ 1/3 ടൈം നിങ്ങൾ റിവിഷൻ നടത്തണം. ഇഫ് യു ആർ എ ബിഗിനർ, 9 മണിക്കൂർ പഠിച്ചാൽ 3 മണിക്കൂർ റിവിഷൻ നടത്താൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ചെയ്യുക. പക്ഷേ കുറച്ച് കണ്ടന്റ് കയ്യിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ 9 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ 1/3 ടൈം 3 മണിക്കൂർ നിർബന്ധമായിട്ടും റിവിഷൻ നടത്തണം ഓരോ ദിവസവും. അതൊരിക്കലും നിങ്ങൾക്ക് സമയം വേസ്റ്റാണ്, കണ്ടന്റ് കൂടുതൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു സമയം ഞാൻ കൊണ്ടേ കളയാണ് എന്നൊന്നും നിങ്ങൾക്ക് തോന്നില്ല. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാവും. ഇതേപോലെ വീക്ക്ലി റിവിഷൻ നമുക്ക് വേണം. ആഴ്ചയിൽ ഒരു ദിവസം. ഇപ്പോൾ നിങ്ങൾ 7 ദിവസം പഠിക്കുന്നവരല്ല, 6 ദിവസം പഠിച്ച ഒരു ദിവസം ബ്രേക്ക് ആണെങ്കിൽ ഒരു ദിവസം, അതിൻ്റെ പകുതി ദിവസം 4-5 മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. ഈ റിവിഷൻ എന്ന് പറയുന്നത് വായിച്ചത് വീണ്ടും വായിക്കലല്ല, പലതവണ പറഞ്ഞാണ്. ഒരു പുസ്തകം 10 തവണ വായിക്കലല്ല റിവിഷൻ. വായിച്ച പുസ്തകത്തിൽ നിന്നും റിവിഷൻ നോട്ടുകൾ ഉണ്ടാക്കണം, എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ ലോസ് ഓഫ് മോഷൻ ആദ്യം തൊട്ട് അവസാനം വരെ കഥ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ലോസ് എന്താണെന്ന് അറിയുക, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഫുൾ നോട്ട് പഠിക്കുകയല്ല. അപ്പോൾ അവാർഡുകളാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് റിവിഷൻ ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് നോട്ടുകളാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കാം, അതിൽ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം. ജനറൽ നോളജിലേക്ക് വരുമ്പോഴത്തേക്കും ഹിസ്റ്ററി ആകട്ടെ, പോളിറ്റി ആകട്ടെ, ജോഗ്രഫി, എക്കണോമിക്സ് എന്തും ആവട്ടെ, എല്ലാം വീണ്ടും വായിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ എക്കണോമിക്സിലെ 5 ഇയർ പ്ലാൻ നല്ല റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതിലെ 5 ഇയർ പ്ലാനുകൾ, അതിലെ കുറച്ച് കാര്യങ്ങൾ. 1 വർഷം, 2 എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം, 3 അതിൻ്റെ ഗ്രോത്ത് ടാർഗറ്റ് എത്രയായിരുന്നു, ഗ്രോത്ത് അച്ചീവ് എത്രയാണ്, 4 ഇതെന്ത് മോഡലാണ്. ആ ഒരു 4-5 പോയിന്റുകൾ ഒരു റിവിഷൻ നോട്ട് പോലെ മാറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനെയാണ് നിങ്ങൾ റിവിഷൻ നടത്തേണ്ടത് കേട്ടോ.
അപ്പോൾ റിവിഷൻ വീണ്ടും 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 വായിക്കലല്ല. അപ്പോൾ ഇനിയുള്ള സമയത്ത് ഇഫ് യു ആർ റീഡിങ് ദ NCERTs നിങ്ങൾ അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കിയിട്ട് വേണം വായിക്കാൻ. 3-4 തവണ വായിച്ചിട്ട് പിന്നെ ഞാൻ എഴുതാമെന്ന് വിചാരിക്കരുത്. ഞാനത് ബിഗിനേഴ്സിനോട് പറയും. പക്ഷേ പരീക്ഷ നമുക്ക് ഒരു 3 മാസത്തിനകത്ത് ഉണ്ടെങ്കിൽ അത് അത്ര നല്ല മെത്തേഡായിരിക്കില്ല. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നോട്ട് എഴുതണം. 2, റെഗുലറായിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കണം. കണ്ടന്റ് ആയതിനു ശേഷം മാത്രമേ മോക്ക് ടെസ്റ്റ് എടുക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കരുത്. പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഫേസിൽ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് എടുക്കാം. ഗ്രൂപ്പ് ഡിയുടെ ഒരു PYQ മോക്ക് ടെസ്റ്റ് എടുക്കുക. നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. 100-ൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് നോക്കുക. നിങ്ങളുടെ മാർക്ക് 10 ആയിരിക്കാം, നിങ്ങളുടെ മാർക്ക് 60 ആയിരിക്കാം. 10 ഉള്ള ആൾക്ക് ഒരു 60-65 മാർക്കും കൂടെ വേണം. 60 ഉള്ള ആൾക്ക് ഒരു 15-20 മാർക്കും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എവിടെയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുക്കാം. ഇതുകൂടാതെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ആഴ്ചയിലും പഠനം കഴിയുമ്പോൾ ടാർഗറ്റ് ഓറിയൻറ്റഡ് പഠനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷണൽ മൂക്ക് എടുക്കാം. ഞാൻ റീസണിങ്ങിൽ വീക്കാണ്, റീസണിങ്ങിൻ്റെ സെക്ഷണൽ മൂക്ക് എടുത്തോളൂ. ഞാൻ അത്യാവശ്യം കണ്ടന്റ് കയ്യിലായിട്ടുള്ള വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത് മൂക്ക് എടുത്തു കേട്ടോ. മോക്ക് എടുക്കാതിരിക്കരുത്. പഠിച്ച് കണ്ടന്റായിട്ട് മോക്ക് എടുക്കാമെന്ന് പറയുന്നത് ഒരുതരം വലിച്ചു നീട്ടലാണ്. പഠിച്ച് കണ്ടന്റ് ആകുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത്, അതായത് അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ടൈമാണ്. അത് ഇത്ര ദിവസം കൊണ്ട് കണ്ടന്റ് ആവുമെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫുൾ ലെങ്ത് മൂക്കുകൾ അല്ലെങ്കിൽ സെക്ഷണൽ മൂക്കുകൾ നിങ്ങളുടെ ഭാഗമായിരിക്കണം. എങ്ങനെയാണ് മൂക്ക് എടുക്കേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കണം. ജനറൽ നോളജിനും മറ്റും ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രാക്ടീസ് മൂക്കുകൾ എടുക്കണം. പല പല പ്ലാറ്റ്ഫോമുകൾ പ്രാക്ടീസ് മൂക്കുകൾ ഓഫർ ചെയ്യാറില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ്, ഇപ്പോഴത്തെ മോഡൽ ചോദ്യങ്ങൾ അതിനകത്ത് വരും. സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. രണ്ടും നിങ്ങളുടെ മൂക്കിൻ്റെ ഭാഗമായിരിക്കണം. ഏതെടുക്കണമെന്ന് ഞാൻ പറയില്ല, രണ്ടും നിങ്ങളുടെ മൂക്കിൻ്റെ ഭാഗമായിരിക്കണം. 3, ചില ദിവസങ്ങളിൽ മൂക്കെടുക്കാൻ മടിയായിരിക്കും, സ്ക്രീൻ നോക്കാൻ മടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടെന്നേ. നിങ്ങൾ കഴിഞ്ഞ 3-4 വർഷത്തെ RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി. NTPC പരീക്ഷയുടെയോ RPFൻ്റെയോ, RPFന് SSC കൊണ്ടുപോയില്ലോ, എന്നാലും ALPയുടെയോ JEയുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി ലെവലായിട്ടുള്ള MTS പരീക്ഷയുടെയോ GD പരീക്ഷയുടെയോ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ നോക്കാൻ മടിയാണെങ്കിൽ അത് ബുക്കിൽ നോക്കി ചെയ്യാമല്ലോ. നിങ്ങൾക്ക് YCTയുടെ ബുക്കിലോ പിനാക്കിളിലോ അല്ലെങ്കിൽ കിരൺസിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. ഒരു ടൈമർ വെച്ച് ചെയ്യണമെന്ന് മാത്രം. 30 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ടെസ്റ്റ് എടുക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഉറപ്പ് വരുത്തുക ഒരു 10-12 മാസത്തെങ്കിലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ട്. വീണ്ടും പറയുന്നു, ഒരുപാട് ആഴത്തിൽ നിങ്ങൾ പഠിക്കണമെന്ന് പറയില്ല, പക്ഷേ എല്ലാ ഏരിയാസിലും ഒന്ന് ടച്ച് ചെയ്ത് നിങ്ങൾ പോയിട്ടുണ്ടാവണം. ഈ അവാർഡ് കിട്ടിയ വ്യക്തി അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ്, സുപ്രീം കോടതിക്ക് ഒരു ചീഫ് ജസ്റ്റിസ് വന്നു കഴിഞ്ഞാൽ, RBIക്ക് ഒരു ഗവർണർ വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ, ഇപ്പോൾ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന പേരുകളാണ്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഒരു ടാർഗറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായിരിക്കണം നമ്മുടെ ടാർഗറ്റ്? 75 to 80. ഇതൊരു ഐഡിയൽ ടാർഗറ്റാണോ? ഇതൊരു ഐഡിയൽ ടാർഗറ്റാണ്. റോ സ്കോർ 75-80 കിട്ടുക എന്ന് പറയുമ്പോൾ ഈ പരീക്ഷ എഴുതിയ വ്യക്തികൾക്കറിയാം ഇതൊരു ഐഡിയൽ ടാർഗറ്റ്. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ടാർഗറ്റ് വയ്ക്കാൻ പറയുന്നത്? അല്ല. നിങ്ങൾ പരീക്ഷാ ഹോളിലേക്ക് എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും ആഫ്റ്റർ നോർമലൈസേഷൻ ഈ ഒരു സ്കോർ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത്. ചിലപ്പോൾ മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും 100-ൽ 80 കിട്ടില്ല. എൻ്റെ ഉദ്ദേശം മോക്ക് ടെസ്റ്റുകളുടെ റോ സ്കോർ 100-ൽ 80-ലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. നിങ്ങളൊരു 70+ സ്കോറിലേക്ക് എത്തുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് അറ്റംപ്റ്റ് ഒരു 75-ന് മുകളിലേക്ക് അല്ലെങ്കിൽ 80-ക്ക് മുകളിലേക്ക് പോയി ഒരു 90% ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഞാനോട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അറ്റംപ്റ്റാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കോറ് കുറവ് പ്രതീക്ഷിക്കും. നമുക്ക് ആഫ്റ്റർ നോർമലൈസേഷനാണ് 75+ സ്കോർ വേണ്ടത്. അതൊരു സേഫ് ആയിട്ടുള്ള സ്കോറാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ടെസ്റ്റ് എടുത്തിട്ട് 10 മാർക്കാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് താഴേക്ക് പോകാനല്ല. പലരും അതുകൊണ്ടാണ് ടെസ്റ്റ് എടുക്കാത്ത, കോൺഫിഡൻസ് പോകും, പിന്നെ പഠിക്കില്ല. അതൊരു തരം ഒളിച്ചോട്ടാണ്. 10 മാർക്കാണ് കിട്ടുന്നെങ്കിൽ സ്വയം നിങ്ങൾ പറയുന്നേ നിങ്ങൾക്ക് 60-65 മാർക്കും കൂടെ വേണം. ആ 60-65 മാർക്ക് എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ജനറൽ സയൻസിൽ കിട്ടുന്നത് വട്ടപൂജയാണോ? അവിടെ നമുക്ക് കൂട്ടണം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സിന് കിട്ടുന്നത് 10 മാർക്കാണോ? അത് 18-ലേക്ക് 20-ലേക്ക് എത്തിക്കാൻ നോക്കണം. റീസണിങ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളാണോ? ഓക്കെ, അത് റിവിഷൻ മാത്രം നടത്തിയാൽ മതി, ബാക്കിയുള്ള ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ സ്വയം ഒരു അനാലിസിസ് നടത്തി ഈ ഒരു ടാർഗറ്റ് വയ്ക്കുക. എഗെയിൻ ഞാൻ പറയുന്നു, ഇതൊരു ഐഡിയൽ ടാർഗറ്റാണ്. പക്ഷേ ആഫ്റ്റർ നോർമലൈസേഷൻ ഇതൊരു അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റാണ്. ഓക്കെ, ഈ അക്കൗണ്ടബിളായിട്ട് എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു A4 ഷീറ്റിൽ ഈ പ്ലാൻ എഴുതാം, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഷീറ്റിൽ ഈ പ്ലാൻ എഴുതാം. എവിടെയാണോ കംഫർട്ടബിൾ അവിടെ എഴുതുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒപ്പമുള്ളവർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു 2 ആഴ്ച 2.5 ആഴ്ച നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമൊക്കെ തോന്നാൻ തുടങ്ങും.
പതുക്കെ നിങ്ങളത് ശീലമാക്കും. അങ്ങനെ ശീലമാക്കുന്ന കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. ചിലരൊക്കെ ചില പരീക്ഷയുടെ അറ്റത്ത് വന്ന് വീണു പോകുന്നവരാണ്. ഇപ്പോഴത്തെ CGL ടാറ്റോയിലേക്ക് ഒരു 320കളിലും 30കളിലും നിൽക്കുന്ന ആളുകൾ, അതായത് ജോബ് ഉറപ്പായിട്ടുള്ള ആളുകൾ കമ്പ്യൂട്ടറിൽ വീണു പോയവരാണ്. ആ വീണു പോയവർ വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, 3-4 ദിവസം അവർ നല്ല വിഷമിക്കും. കാരണം ക്വാളിഫയിങ് പേപ്പറിലാണ് അവരുടെ ജോലി പോയത്. പക്ഷെ അവർ അടുത്ത 3-4 മാസത്തിൽ വരാൻ വേണ്ടി പോകുന്ന CGLന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അവർ ആ കമ്പ്യൂട്ടറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും അവരുടെ ലെവൽ താഴത്തേക്ക് പോകുന്നില്ല. അടുത്ത പരീക്ഷയിൽ അവർ ക്ലിയർ ആവും. അതിന് കാരണം എന്താണെന്നറിയോ? അവരെന്തൊക്കെയോ ചെയ്തിട്ടാണ് ഇത് പോയത്, അല്ലാതെ വെറുതെ ഇരുന്ന് കളഞ്ഞതല്ല എന്ന് നോക്കാൻ. ചെയ്യാവുന്നതിൻ്റെ ബെസ്റ്റ് ചെയ്തു. കമ്പ്യൂട്ടർ അവരുടെ കയ്യിലല്ലായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു സ്റ്റഡി ടാർഗറ്റ്, ആ ടാർഗറ്റിൽ എത്ര നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ളതായിരിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, കാശ് മുടക്കില്ലല്ലോ. ഒരു 2 ആഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വർക്കാവുന്നുണ്ടോ നോക്ക്. Day 1 QAയിൽ ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? പെർസെൻറ്റേജ് മുതൽ തുടങ്ങാം. കോൺസെപ്റ്റ് വായിച്ചിട്ട് എത്ര PYQ ഞാൻ ഒരു ദിവസം ചെയ്യണം? 10 20 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. റീസണിങ് എനിക്ക് അത്യാവശ്യം എളുപ്പമാണ്, ഞാൻ അതിൽ ബുദ്ധിമുട്ടായിട്ടുള്ള പോർഷൻ വെച്ചിട്ട് തുടങ്ങണേ. അതിൻ്റെ കോൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ PYQ മാത്രമേ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ, ഒരു 20 എണ്ണം. ജനറൽ സയൻസിന് ഞാൻ മാറ്റി വയ്ക്കുന്നത് 2-2.5 മണിക്കൂറാണ്. ഞാൻ ഫിസിക്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ലോസ് ഓഫ് മോഷനാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ഞാനിപ്പോൾ അവിടെ PYQ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 1 2 3 4 ദിവസം കൊടുത്തിട്ട് 4ാമത്തെ ദിവസം ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു 25 PYQ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പ്ലാൻ ആയിരിക്കുന്നത്. ഓക്കെ, ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിലാണ്. ഞാൻ പുറകോട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 2026 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ വായിക്കുന്നത്. എന്നിട്ട് ഞാൻ 2025 ഡിസംബറിൽ വായിക്കും. എന്നിട്ട് ഞാൻ പുറകോട്ട് പോകും. അങ്ങനെ ഒരു 8-9 മാസം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് എത്ര മണിക്കൂർ മാറ്റി വയ്ക്കണം? എഗെയിൻ 8 മണിക്കൂർ 9 മണിക്കൂർ ഉണ്ടെങ്കിൽ QAക്ക് നിങ്ങൾ 2 ആണോ മാറ്റി വയ്ക്കുന്നത്? ഇവിടെ 2 ആണോ? ഇവിടെ 2 ആണോ? ഇവിടെ 2 ആണോ? അല്ല, ഈ ഏരിയ നിങ്ങൾ സ്ട്രോങ് ആണോ? ഇവിടെ 1 മണിക്കൂർ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ 1.5 മണിക്കൂർ കൊടുക്കാം. സയൻസിന് കൂടുതൽ പ്രാധാന്യമുണ്ട്, നിങ്ങളവിടെ അത്ര വീക്കാണോ? നിങ്ങൾക്ക് അവിടെ 3 മണിക്കൂർ കൊടുക്കാം. എത്ര മണിക്കൂർ കൊടുക്കണമെന്ന് ഇനി ഒരു മാഷിനോടോ ടീച്ചറിനോടോ ചോദിക്കരുത്. ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾക്കേ അറിയുള്ളൂ. ഒരു മാഷിനോട് ചോദിക്കണമെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുക, അതിൻ്റെ അനാലിസിസ് ആയിട്ട് പോവുക. ഇതാണ് എൻ്റെ സ്ട്രെങ്ത്ത്, ഇതാണ് എൻ്റെ വീക്ക്നെസ്, ഞാൻ എത്ര മണിക്കൂർ കൊടുക്കണം. അപ്പോൾ ആ ചങ്ങാതി പറയുന്നത് കേൾക്കുക. അതല്ലാതെ ഒരാൾ വെറുതെ പറയുകയാണ് 5 മണിക്കൂർ സയൻസിൽ സ്പെൻഡ് ചെയ്യൂ, അല്ല ഞാൻ നിങ്ങളോട് പറയുകയാണ് 5 മണിക്കൂർ ഹിസ്റ്ററിയിൽ സ്പെൻഡ് ചെയ്യൂ. എന്താ അതിനകത്ത് ലോജിക്കുള്ളേ? അതിനകത്ത് ലോജിക്കില്ല. ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന, ഏറ്റവും പ്രോബബിൾ ചോദ്യങ്ങൾ വരുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കണം. ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അത് ജനറൽ സയൻസ് ആണ്. റീസണിങ് 30, ജനറൽ സയൻസ് 25, 25, 20 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെഡി? യെസ്. അങ്ങനെ 1 2 3 4 5 6 6 ദിവസം കഴിയുമ്പോൾ വീക്ക്ലി ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ഫുൾ ടെസ്റ്റ് എടുക്കണം. ഇഫ് യു ആർ എ ബിഗിനർ, വീക്ക്ലി ഒരിക്കലെങ്കിലും നിങ്ങളൊരു ഫുൾ ടെസ്റ്റ് എടുക്കണം. ഇഫ് യു ആർ നോട്ട് എ ബിഗിനർ, കയ്യിൽ കണ്ടന്റ് ഉള്ളതാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫുൾ ടെസ്റ്റ് എടുക്കാം. എല്ലാ ദിവസവും മോക്ക് എടുക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാ ദിവസവും മോക്ക് എടുക്കുന്നതിനല്ല പ്രാധാന്യം, എടുക്കുന്ന മോക്കിൻ്റെ അനാലിസിസ് നടത്തുന്നതാണ് പ്രാധാന്യം. 100 ചോദ്യങ്ങളുടെ മോക്ക് എടുത്തു, കിട്ടുന്ന മാർക്ക് 60 ആണെങ്കിൽ 40 എവിടെ പോയി എന്നും കിട്ടിയ 60 നമ്മുടെ കഴിവ് കൊണ്ടാണ്, അല്ലാതെ ഇങ്ങനെ കറക്കി കുത്തി കിട്ടിയതെല്ലാം എന്ന് ഉറപ്പുവരുത്തണം. ആ 40 പോയത് കണ്ടുപിടിക്കാൻ ഇറ്റ് വിൽ ടേക്ക് 1 hour. അപ്പോൾ എല്ലാ ദിവസവും മോക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഇനീഷ്യലി എൻ്റെ ഒരു സജഷൻ, വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കേണ്ട, എൻ്റെ ഒരു സജഷൻ, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കണ്ടന്റുള്ള വ്യക്തിയാണെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഫുൾ ലെങ്ത് മുക്കെടുക്കുക. ഇഫ് യു ആർ എ ബിഗിനർ, വീക്ക്ലി വൺസ് നിങ്ങളൊരു ഗ്രൂപ്പ് ഡിയുടെ ഫുൾ ലെങ്ത് മുക്കെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എന്തെടുക്കാം? സെക്ഷണൽ ടെസ്റ്റ് എടുക്കാം. വീക്കായിട്ടുള്ള ഏരിയയിൽ, പർട്ടിക്കുലർലി മാത്തമാറ്റിക്സ്, റീസണിങ്, നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ പ്രാക്ടീസാണ്. ടൈമർ വെച്ച് സെക്ഷണൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ കാണുമ്പോൾ ഇതിന് താഴെ നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കമൻറ്റ് പറയണ്ട. ഒരു 15 ദിവസം നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ വർക്ക് ആവുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കൺസേൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ കൺസേൺസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് പറയൂ. അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എവിടെ നിന്ന് പഠിക്കണം? ഗ്രൂപ്പ് ഡിയുടെ സോഴ്സ് എന്താണ്? നിങ്ങൾ ഓൾറെഡി കണ്ടന്റ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കിയിട്ടായിരിക്കും പഠിക്കുന്നത്. അല്ല, നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. ഈ ക്ലാസ്സുകളിൽ സബ്ജക്റ്റ് നമ്മൾ കവർ ചെയ്യുന്നു എന്നത് കൂടാതെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും. ജനറൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും ഫോക്കസ് NCERT ആയിരിക്കും. 8 മുതൽ 10 വരെയുള്ള NCERT ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇതുകൂടാതെ മൂക്കുകൾ
നമ്മുടെ ക്ലാസ്സുകളിൽ അവൈലബിൾ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ RRB ഗ്രൂപ്പ് ഡിയുടെ ഇതെല്ലാം ചേരുന്നൊരു ബാച്ചിനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സൈലത്തിൻ്റെ RRB ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മൾ ഈ മാസം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഈ ബാച്ച് 2,999 രൂപയ്ക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. 300 മണിക്കൂറിലധികം ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ക്ലാസ്സുകളും ലൈവ് ആണെന്നില്ല. റെക്കോർഡ് പോയിട്ട് മാക്സിമം റിവിഷൻ ക്ലാസ്സുകൾ നമുക്ക് ലൈവ് പോകാം. ഒരു ദിവസം നിങ്ങൾക്ക് 2-3 മണിക്കൂറായിരിക്കും ക്ലാസ്സുകളായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ 9 മണിക്കൂർ പഠിക്കുന്ന ആളാണെങ്കിൽ 3 മണിക്കൂർ ക്ലാസ്സിന് മാറ്റി വയ്ക്കൂ. ബാക്കി 6 മണിക്കൂറിൽ ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഈ ക്ലാസ് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് 3 മണിക്കൂർ പഠിക്കാതിരിക്കല്ലേ. നിങ്ങൾ 8 to 9 മണിക്കൂറിൻ്റെ പ്ലാൻ ഉണ്ടാക്കൂ. കേട്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത്? സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, RRB റെയിൽവേ കാറ്റഗറി എടുക്കാം, ഗ്രൂപ്പ് ഡി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ? ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കേട്ടോ? അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റാക്കി നോക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. റെയിൽവേ പരീക്ഷകളും SSC പരീക്ഷകളും സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നോട്ടിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ പരീക്ഷ സംബന്ധിച്ച കോൾ ലെറ്ററോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ? ഇത് കൂടാതെ വേറൊന്നും പറയാനില്ല. സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, 10-15 ദിവസം നോക്കുക, വർക്ക് ആകുന്നുണ്ടോ. 15 ദിവസം ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കുന്നേ, എന്നിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് പറ. കേട്ടോ? യെസ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പിന്നെ സമരമൊന്നും ചെയ്യണ്ട. അങ്ങനത്തെ ഒരു ഗതികേട് നിലവിലില്ല. റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ കഷ്ടപ്പെട്ട റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടും സമരം ചെയ്യേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ വിഷമത്തിൽ പങ്കുകൊള്ളുന്നു. അവർക്ക് അവരർഹിക്കുന്ന ജോലി എത്രയും പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. ബൈ.